അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 5 നേരം നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യുർഫഉ അൻഹുൽ ഖല്ലൂസ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവന്റെ ജീവിതത്തിൽ സന്തോഷമാണ്, അവന്റെ ജീവിതത്തിൽ സമാധാനമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കാരം ഉപേക്ഷിച്ച ഫലൈസ വജ്ഹുഹു നൂറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സുബഹി നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ പ്രകാശം നഷ്ടപ്പെടുകയാ. അവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു ഈമാനിന്റെ പ്രകാശം എടുത്തു മാറ്റുകയാ. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതായി പറയുകയാണ്, ആരെങ്കിലും ളുഹർ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ റിസ്കിലെ ബർക്കത്ത് നഷ്ടപ്പെടുകയാ, അവന്റെ റിസ്കിലെ ബർക്കത്ത് നഷ്ടപ്പെടുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പ്രവാസികൾ മുഴുവനും വല്ലാത്ത വേദനയിലാ. അല്ലാഹുവേ, എന്തുകൊണ്ടെന്നറിയുമോ? പ്രവാസി കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി വീട്ടിൽ വെച്ചു കൊടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ സമയമില്ല. ഒരു സുബ്ഹാനല്ലാഹ് പറയാ, ഒരു അൽഹംദുലില്ലാഹ് പറയാ പോലും എന്റെ പെങ്ങൾക്ക് സമയമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ളുഹർ നമസ്കാരം ഉപേക്ഷിക്കുന്നവനുണ്ടല്ലോ, അവന്റെ റിസ്കിലെ ബർക്കത്ത് അല്ലാഹു നഷ്ടപ്പെടുത്തുകയാണ്. അസ്ർ നമസ്കരിക്കാത്തവരുണ്ടല്ലോ, അസ്ർ നമസ്കരിക്കാത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, അസ്ർ നമസ്കരിക്കാത്തവന്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാ, അവന്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാ. മഗ്രിബ് നിസ്കാര കലയാക്കിയിട്ട് ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് സീരിയൽ കാണുന്ന പെണ്ണ്, കണ്ടോ പൊന്നുമോള്, കണ്ടോ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ മക്കളെ മുഴുവനും അടുത്തുണ്ടെങ്കിൽ ഒരാൾ പോലും നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരൂല. മരിക്കാൻ കിടക്കുന്ന ഉമ്മ, നിന്റെ പൊന്നുമോള് നിന്റെ വായിക്കകത്തേക്ക് ഒരു കവള് വെള്ളമൊടിച്ചു വരുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അല്ലാഹുവേ, മഗ്രിബിന്റെ സമയത്ത് അതാ ടിവിയുടെ ഫ്രണ്ടിലിരുന്നു കൊണ്ട് ആസ്വദിക്കുന്ന പെണ്ണ്, മഗ്രിബ് നമസ്കാരം ഏത് മനുഷ്യൻ ഉപേക്ഷിക്കുന്നുണ്ടോ അവന്റെ മക്കൾ അവന് ഗുണം ചെയ്യില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. പടച്ചവരേ, അതാ ഒരുപാട് സൽക്കർമ്മം ചെയ്യണ്ട, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ടിവി കണ്ടുകൊണ്ടിരിക്കുന്നവർ, നിസ്കരിക്കാതെ റോഡിന്റെ ഓരത്തിരുന്ന് രാഷ്ട്രീയം പറയുന്നവർ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ നിന്റെ പൊന്നുമോൻ ഇമാമത്ത് നിൽക്കുമെന്ന് നീ കരുതണ്ട. പള്ളിക്കാട്ടിൽ കബറിനകത്ത് കൊണ്ടിട്ടിട്ട് വാപ്പയുടെ കബറിന്റെ ചാരത്ത് വന്നിട്ട് പൊന്നുമോർ ഒരു ഫാത്തിഹയെങ്കിലും ഓതി ദുആ ചെയ്യുമെന്ന് നീ കരുതണ്ട. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇശാ നമസ്കാരം ഉപേക്ഷിക്കുന്നവനുണ്ടല്ലോ, അല്ലാഹുവേ, അവന്റെ ജീവിതത്തിൽ നിന്ന് റാഹത്ത് നഷ്ടപ്പെടുകയാണ്, അവന്റെ ജീവിതത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെടുകയാണ്. എന്റെ പ്രിയമുള്ളവര്, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പൊന്നു ചെറുപ്പക്കാരാ, നിസ്കരിക്കണേ പൊന്നുമോരെ, അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകാ കഴിയണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇന്ദ റഅസു റജുലുൻ മിനൽ അൻസാർ. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുകയാ. മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നിൽക്കുമ്പോ അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് കടന്നു വരികയാണ്. അല്ലാഹു ആ രൂപം കണ്ടിട്ട് പ്രവാചകനിരുന്ന് കരയാൻ തുടങ്ങി. അസ്റായീലിന്റെ രൂപം കണ്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, താടിരോമത്തിലൂടെ കണ്ണുനീരൊലിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചു, അസ്റായീലേ,
ഇതെന്റെ രൂപമാണ് ഇസ്രായേൽ, ഇതെന്റെ കോലമാണ് ഇസ്രായേൽ. ഈ കിടക്കുന്നതൊരു മുസ്ലിമാണല്ലോ, കാഫിറല്ലല്ലോ. ഈ കിടക്കുന്നതൊരു മുസ്ലിമാണല്ലോ. നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടിറങ്ങി വന്നുകൂടെ ഇസ്രായേൽ? നിനക്കൊന്ന് ചിരിച്ചുകൂടെ ഇസ്രായേൽ? അല്ലാഹുവിന്റെ പ്രവാചകൻ മലക്കുൽ മൗത്ത് ഇസ്രായേൽ അലൈഹിസ്സലാമിനോട് പേടിച്ച് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന നബിയേ, ഇവനോട് ഞാൻ കരുണ കാണിക്കില്ല, ഇവനോട് എനിക്ക് സ്നേഹമില്ല, ഇവനോടൊരു പരിഗണനയും ഞാൻ കാണിക്കില്ല. കാരണം എന്തെന്നറിയുമോ? ഞാൻ ഉപദേശിച്ചിട്ട് നന്നാവാത്തവനാണ് നബിയേ. ഇവനെ ഒരുപാട് ഞാൻ ഉപദേശിച്ചതാണ്. ഇവനെ